നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ഒരു അതിഥി വന്നിരിക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ ഒരു കസ്റ്റമർ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഡൽഹിയിലൊക്കെ ഇരുന്ന് വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മുടെ ഷോപ്പിലെത്തിയാണ്. അവിചാരിതമായിട്ടാണ് നമ്മൾ പരിചയപ്പെട്ടപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മുടെ ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ നൽകുന്ന ഒരു കാര്യം കൂടാണ്. CRPF ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആസ്മ രോഗം ബാധിച്ച് സ്പോർട്സിനൊന്നും പങ്കെടുക്കാതെ ഒരു കാര്യത്തിനും പറ്റാത്ത ഒരവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ ഭർത്താവ്. പേരെന്തായിരുന്നു? സുനിൽകുമാർ. സുനിൽ ഡൽഹി പോലീസിലാണ്. എന്റെ പേര് ജയന്തി സുനിൽ എന്ന ഇദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ആസ്മ രോഗം ബാധിച്ച് എന്നിട്ട് ഡോക്ടറെയൊക്കെ കാണാൻ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളോട് നമുക്ക് സമൂഹത്തിന് പ്രചോദനം നൽകുന്ന ഒരു സംഭവങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം തന്നെ ഒന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ വ്യക്തമാവും. ഞാൻ CRP വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്കിങ്ങനെ ആസ്മയിൽ 15 വർഷമായപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി പ്രോബ്ലം ആയി. ശാരീരികമായിട്ട് ആസ്മ മാത്രമല്ല വേറെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. നട്ടലിന് ബൾജിങ് ആണ് പറഞ്ഞത് ഡോക്ടർ. അപ്പോൾ എനിക്ക് കൂടുതൽ വർക്കൊന്നും ചെയ്യാനൊന്നും ഒക്കത്തില്ലായിരുന്നു. 10-20 വർഷമായപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് അതങ്ങ് കൂടിക്കഴിഞ്ഞ് പിന്നെ 100 മീറ്റർ നടക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം. അതിന് ഞാൻ പഫ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഉള്ളിൽ കഴിക്കാൻ മരുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ടാണ് മുന്നോട്ട് എനിക്ക് സർവീസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലായതുകൊണ്ട് കാരണം ഞാൻ VRS എടുത്ത് വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ എനിക്ക് ഒട്ടും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഒരടി മുന്നോട്ട് നടക്കാൻ പറ്റത്തില്ല, മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയത്തില്ല, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് മുന്നോട്ട് പോകണ്ടെന്നുള്ള ഒരു മാനസികമായിട്ട് ഒത്തിരി ടെൻഷനുള്ള ഒരു അവസ്ഥയിലായി. ഡോക്ടർമാരും പറഞ്ഞു, CRPയിലെ ഡോക്ടർമാരും പറഞ്ഞു ഇത് ആസ്മ തന്നെയാണ്, അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞു. പിന്നെ എന്റെ ഹസ്ബൻഡ് വേറെ ഒരു ഡോക്ടർ, രാത്രിയിൽ അങ്ങ് ഒത്തിരി പ്രോബ്ലം ആയിട്ട് ചുമയും കാര്യങ്ങളൊക്കെ ആയി ഒട്ടും വയ്യാത്ത അവസ്ഥയായപ്പോൾ രാത്രി ഒരു ഡോക്ടറുടെ കൊണ്ടുപോയി ക്ലിനിക്ക് തുറപ്പിച്ച് ഒരു ഫിസിഷ്യനെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ബ്രോങ്ക്ലൈറ്റിസ് ആസ്മയാണ്, ഇതിന് കണ്ടിന്യൂ മരുന്നെടുക്കണം, അല്ലാണ്ട് കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പം പുള്ളി ചോദിച്ചു ഇങ്ങനെ ഇതിന് നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഓടാൻ പറ്റുമോ എന്നാണ് ആദ്യം ചോദിച്ചത്. അപ്പൊ പറഞ്ഞു ഓടാൻ പറ്റത്തില്ല, പതുക്കെ നടക്കാം, അല്ലാണ്ട് ഈ കുട്ടിക്ക് ഓടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം എന്റെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ ഡോക്ടറോട് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി എനിക്കൊരു രക്ഷയില്ല, മാനസികമായിട്ട് ഒത്തിരി ടെൻഷനായി. അവിടെ നിന്നും വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അന്ന് എന്റെ ഹസ്ബൻഡ് എന്റെ ഹസ്ബൻഡ് ഡൽഹി പോലീസിലാണ്. എന്റെ ഹസ്ബൻഡ് 21 കിലോമീറ്റർ മാരത്തോൺ ഓടുന്ന ആളാണ്. അപ്പം പുള്ളി മാരത്തോൺ February 21, 2016 അപ്പം മാരത്തോൺ ഓടാനായിട്ട് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമാണ്. സ്റ്റേഡിയത്തിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു നീ കൂടെ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കൊപ്പം ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് വരാൻ പറ്റത്തില്ല, ഭയങ്കര തണുപ്പ് ആ സമയത്ത്. അപ്പൊ രാവിലെ എണ്ണിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വെളുപ്പിനെ 2 മണിക്ക് എഴുന്നേറ്റ് പോകണം. അപ്പൊ എനിക്ക് ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയായപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ ബുദ്ധിമുട്ടാണ്, ഇല്ല വന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൂട്ടിപ്പോയി. അവിടെ 50,000 IDBI മാരത്തോണിന് നല്ല ഒത്തിരി ആൾക്കാരുണ്ട്, 19,000 പേരുണ്ടായിരുന്നു അന്ന്. ആ ഓട്ടം സ്റ്റേഡിയത്തിൽ നിന്ന് സ്റ്റാർട്ട് ആകുന്ന ഫ്ലാഗ് ഓഫ് ചെയ്തത് സച്ചിനാണ്. അപ്പൊ ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കറാണ്, അദ്ദേഹമാണ് ഫ്ലാഗ് ഓഫ് ചെയ്ത്. അപ്പൊ ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ പുള്ളി ഓടി തിരിച്ചു വന്നപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് അങ്ങ് സങ്കടം, അവിടെ നിന്ന് ഞാൻ കരയാണ്. എനിക്കിനി എന്റെ ജീവിതം തീർന്നു, എനിക്കിനി ഇതിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഞാൻ ഓടിയിട്ടില്ല, എനിക്ക് ഓടാൻ കഴിയില്ല, എനിക്ക് 100 മീറ്റർ നടക്കാൻ പോലും പറ്റാത്ത. ഹസ്ബൻഡ് ഓടി തിരിച്ചു വന്നപ്പോഴത്തെ ഹസ്ബൻഡിന്റെ കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്, എനിക്കിനി ഇങ്ങനെ ജീവിക്കണമെന്ന് പോലും ഒരു ആഗ്രഹം നമുക്കില്ല, ആ ഒരു അവസ്ഥ കണ്ടീഷനാണ്. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് നിന്നെ കൊണ്ടെല്ലാം ചെയ്യാം, നമുക്ക് പാവെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം നാളെ തൊട്ട് നടക്കാൻ തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് രാവിലെ റണ്ണിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ നടക്കാൻ, അപ്പൊ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പം മക്കളും അതുപോലെ തന്നെ. പിന്നെ രാവിലെ നടക്കാൻ തുടങ്ങുമ്പോൾ നടക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ചെസ്റ്റിനകത്തുനിന്ന് പ്രാവ് കുറുകുന്ന സൗണ്ടാ വരുന്നത്, ഇല്ല കല്ല് ചെസ്റ്റിൽ എടുത്തു വെച്ചേക്കുന്ന ഭാരവും. അപ്പൊ നമുക്ക് നടക്കാൻ കൂടി പറ്റത്തില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ട്. ആദ്യം ഞാൻ ഹസ്ബൻഡിനോട് ചോദിക്കുമായിരുന്നു ഈ സൗണ്ട് കേൾക്കുന്നുണ്ടോ, അന്നേരം ഹസ്ബൻഡ് പറയും അങ്ങനെ കേൾക്കുന്നില്ല, നീ നടക്കാൻ പറയും. അപ്പൊ ഞാൻ അങ്ങനെ നടക്കും, പുള്ളി അങ്ങ് ഓടാൻ പോകും. പോയി കഴിഞ്ഞ് ആദ്യം ഒരു ദിവസം നടന്നു കഴിഞ്ഞ് 1300 മീറ്റർ ആദ്യം 100 മീറ്റർ നടന്നപ്പോ പിന്നെ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ അത് കൂട്ടി 1300 വരെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്കൊരു തോന്നൽ ചെറുതായിട്ടൊന്ന് ഓടി നോക്കിയാലോ എന്ന് അങ്ങനെ ഒരു തോന്നൽ വന്നിട്ട് കുറച്ചൊന്ന് ഓടാനായിട്ട് ശ്രമിച്ച് ഒരു 100 മീറ്റർ പതിയെ സ്റ്റാർട്ട് ചെയ്ത് അത് ഞാൻ കൂടുതലാക്കി. പിന്നെ ഒരു ഗ്രൗണ്ട് എന്ന് വെച്ചാൽ 1300 ആണ്. ആ 1300 ഒരു റൗണ്ട് എടുക്കാൻ തുടങ്ങി, പിന്നെ 2 റൗണ്ട് എടുക്കാൻ തുടങ്ങി,
പിന്നെ 3 റൗണ്ട് ആയ അത് പിന്നെ 5 റൗണ്ടിലേക്ക് എത്തിയപ്പോൾ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നിനക്ക് ഇനി മാരത്തോണിൽ പങ്കെടുക്കണം നീ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞു. നിന്നെ കൊണ്ട് പറ്റും, കുഴപ്പമില്ല, ഫിനിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ മാരത്തോണിന് ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന മാരത്തോണാണ് ദ്വാരകയില ഹിന്ദുസ്ഥാൻ മാരത്തോൺ ആണ്. അപ്പൊ ഹിന്ദുസ്ഥാൻ മാരത്തോണിന് ഞാൻ പങ്കെടുക്കുമ്പോൾ 900 ആൾക്കാരുണ്ടായിരുന്നു. അതിനകത്ത് ഓൾ ഓവറിലായിരുന്നു പ്രൈസും എല്ലാ കാര്യവും ഓൾ ഓവർ ആയിരുന്നു. 5 കിലോമീറ്റർ ആണ് ഞാൻ പങ്കെടുത്തത്. അപ്പം പങ്കെടുത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. പകുതി ആയപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്റെ വായിൽ ബ്ലഡിന്റെ ടേസ്റ്റ് വരാൻ തുടങ്ങി. എനിക്ക് ഓടാൻ പറ്റാത്ത സാഹചര്യം വരിക. അപ്പൊ എന്റെ മനസ്സുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ചത്, എനിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ വെച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അറിയും. ഇങ്ങനെയാണ് നമ്മൾ അല്ലാണ്ട് ശ്വാസം മുട്ടി മരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ അത്. എന്തായാലും എനിക്കിത് ഫിനിഷ് ആക്കണമെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഫിനിഷ് ചെയ്ത് അലോൺസ്മെന്റ് വന്നപ്പോൾ ഫസ്റ്റ് പ്രൈസ് എനിക്കാണ്. അപ്പൊ പിന്നെ അവിടുന്ന് പിന്നെ സ്റ്റാർട്ടായി എന്റെ സ്റ്റോറി. അവിടുന്നാണ് അന്നേരം തന്നെ മനോരമ ന്യൂസായി. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് പിന്നെ 5 എന്നുള്ളത് 10 പിന്നെ ക്യാഷ് പ്രൈസ്, സമ്മാനങ്ങള് 10 പിന്നെ അവരെന്നോട് ചോദിച്ചു, മീഡിയക്കാരെന്നോട് ചോദിച്ചു ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ 21 കിലോമീറ്റർ ഓടുമെന്ന് പറഞ്ഞു. അപ്പൊ അവർക്കത് വിശ്വസിക്കാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്. 21 കിലോമീറ്റർ ഇത്രയും ഇതായിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ എയർടെലിന് നല്ല ആളായിരുന്നു മാരത്തോണ്. അന്ന് ഞാൻ 21 കിലോമീറ്റർ 2 മണിക്കൂർ 8 മിനിറ്റ് കൊണ്ട് ഫിനിഷ് നല്ല ടൈമിങ് ചെയ്തു. അപ്പൊ ഇനിയിപ്പം വരുന്നത് കൊണ്ട് 21 കിലോമീറ്റർ ചെയ്യാൻ പോവാണ് അടുത്ത 26-ാം തീയതി. അപ്പൊ അത് വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ്. അവരെ കൂടെ ഒരു ക്യാപ്ഷൻ പറഞ്ഞില്ലോ, എന്തോ അസുഖങ്ങളെ വിട, എന്തോ അതാണ് അങ്ങനെ അസുഖങ്ങളെ വിട എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കാതെ സ്വന്തം കുടുംബത്തിന്റെ പ്രചോദനം കൊണ്ട്, അതായത് അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ഒരുപാട് പ്രചോദനം നൽകി വീണ്ടും ട്രാക്കിൽ ഇറങ്ങി. ഇപ്പൊ മാരത്തോണിൽ 21 കിലോമീറ്റർ ഓടി. പ്രൈസ് കിട്ടിയില്ല എങ്കിലും 21 കിലോമീറ്റർ നല്ല ടൈമിംഗ് ആണ്. മാരത്തോണിൽ നല്ല ടൈമിങ്ങിൽ പങ്കെടുത്ത്. അപ്പോൾ നമ്മുടെ കായംകുളത്ത് അല്ല, മാവേലിക്കര സ്വദേശി, മാവേലിക്കര ഓലകെട്ടി അമ്പലത്തിലുള്ളയാണ്. നമ്മുടെ നാട്ടിലെ ആർക്കും കൂടുതൽ അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടപ്പം നമ്മുടെ ഒരു വീഡിയോക്കകത്തൂടെ അത് നമ്മൾ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹം എനിക്ക് തോന്നുന്നു ഡൽഹിയിലാന്ന് തോന്നുന്നു അല്ലേ? ഡൽഹിയിലാണ് സ്ഥിരതാമസം. അന്നേരം ഡൽഹിയിലെ മലയാളി അസോസിയേഷനൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് എല്ലാവരും ആദരിച്ച് ഒത്തിരി സപ്പോർട്ടാണ്. ഒരുപാട് ആദരവുകളും ഉടനെ എല്ലാം ഒത്തിരി ആദരവ് എനിക്ക് ഡൽഹിയിൽ നിന്ന് തന്നെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാ ആൾക്കാരും നല്ല സപ്പോർട്ട്. അന്നേരം നമ്മൾ ചെറിയൊരു ആദരവ് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അന്നേരം അടുത്ത പ്രാവശ്യം സ്വർണം മേടിച്ചിട്ടാണ് വരാൻ. സ്വർണ്ണത്തിന്റെ ഒന്നും ആഗ്രഹങ്ങളില്ല. പക്ഷെ ഞാനിപ്പോ ഒരു മോട്ടിവേറ്റർ റണ്ണറാണ്. അപ്പൊ എന്നെ പോലെ കഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഞാനൊരു മാറ്റമല്ലേ, എന്നിൽ നിന്നുള്ള ഒരു മാറ്റമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പ്രൈസ് അല്ല ആഗ്രഹിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ട് മറ്റുള്ളവര് എന്റെ കൂടെ ഇറങ്ങുന്ന ഒത്തിരി പേരുണ്ട്. എന്നെ കണ്ടുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ 21 കിലോമീറ്റർ ഓടുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല ഓടുന്നത്, വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഓടുവാണ്. അല്ലെങ്കിൽ എനിക്ക് 21 ഓടേണ്ട ആവശ്യമില്ല. ഇത് ഇപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ സമൂഹത്തിന് വേണ്ടി മാത്രം നല്ലൊരു അതാണ്. ചെറിയൊരു അസുഖം വരുമ്പോഴത്തേക്ക് നമ്മൾ ബെഡിൽ കയറി ബെഡ് റെസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഹെൽത്ത് നന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നന്നായിട്ട് ഇരിക്കും, നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. പറ്റത്തില്ലെന്ന് പറഞ്ഞതല്ലേ, അതിനെ കവർ ചെയ്തു ഞാൻ ഇവിടെ വരെ എത്തി. ഇനി മുന്നോട്ട് തന്നെ പോകാനാണ് എനിക്ക് ആഗ്രഹം. ജീവിത വിജയം നേടി എന്ന് തന്നെ പറയാം. നേടി എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് കുറെ ആൾക്കാർക്ക് എന്നെ ഇതിലോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു റണ്ണിങ്ങിലോട്ട് കുറെ ആൾക്കാർ എന്നെ കണ്ടുകൊണ്ട് ഇറങ്ങിയവരുണ്ട്. അപ്പൊ പിന്നെ ഞാൻ അതിൽ ഞാൻ വിജയിച്ചില്ലേ. എനിക്ക് ഉൾപ്പെടെ നാട്ടിലുള്ള ആർക്കും കൂടുതൽ അറിയത്തില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ വന്ന് പരിചയപ്പെട്ട് സംസാരിച്ചപ്പോഴാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പട്ടുമാലിന്റെ വെഡിങ് കളക്ഷൻ ആദരവ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി. ഓക്കെ.